നമ്മുടെ ഫാമിൽ നിലവിൽ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു 20ഓളം വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട്. അതുകൂടാതെ ഓർണമെൻ്റൽ ഷ്രിമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റെഡ് തിലാപ്പിയ, പിന്നെ അതുപോലെ തന്നെ കോയിക്കാർപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി കൂടുതൽ ഐറ്റംസ് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഫാമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മൾ റെഡ് തിലാപ്പിയ വളർത്തുന്നത് ഫ്ലക്സ് വിരിച്ചിട്ടുള്ള ടാങ്കിലാണ്. അതുപോലെ തന്നെ കോയിക്കാർപ്പ് ആണെങ്കിലും ഫ്ലക്സ് വിരിച്ചിട്ടുള്ള ടാങ്കുകളിലാണ്. ഗപ്പീസൊക്കെ നമ്മൾ വളർത്തുന്നത് ഫ്രിഡ്ജ് ബോക്സുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. ഷ്രിമ്പ് നമ്മൾ ചെയ്യുന്നത് ഫ്ലക്സ് വിരിച്ചിട്ടുള്ള ഒരു ടാങ്കിൽ നമ്മൾ ഷ്രിമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷ്രിമ്പ് ചെയ്യാൻ ഏറ്റവും നല്ല സിമെൻറ്റ് ടാങ്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്ത് ചാക്ക് സിമെൻറ്റിൽ മുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ നിലവിലുള്ളൊരു ബോക്സിൻ്റെ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് ടാങ്ക് നിർമ്മിച്ചിട്ട് ആ ടാങ്കിൽ നമുക്കറിയുന്നൊരു ചെറിയൊരു അറിവ് വെച്ചിട്ട് നമ്മൾ ഒരാഴ്ചത്തോളം അല്ലെങ്കിൽ ഒരാഴ്ചത്തിൽ കൂടുതൽ നമ്മൾ അതിൽ വെള്ളം നിർത്തിയിട്ട് നമ്മളതിൽ ഷ്രിമ്പിനാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബ്ലൂ ഷ്രിമ്പ് അതിനകത്താക്കിയതിന് പിറ്റേ ദിവസം തന്നെ അതെല്ലാം ഡെഡായി പോകുന്നൊരവസ്ഥ ഉണ്ടായി. ഒരെണ്ണമാണ് നമുക്ക് ബാലൻസ് കിട്ടിയത്. പുതിയതായിട്ട് സിമെൻറ്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ മീൻ വളർത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളിലുള്ള അറിവില്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ മീനുകൾ ചാവാനുള്ള റീസൺ ആയിട്ടുണ്ടാവുക. അങ്ങനെ അന്ന് നമ്മൾ ഷെയർ ചെയ്ത ആ വീഡിയോക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സുഹൃത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ അഫ്സൽ ഭായ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വളർത്തുന്ന രീതി, അദ്ദേഹം കഴിഞ്ഞ 3 വർഷമായിട്ട് ഗപ്പി ഫാമിങ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലം, 1 വർഷത്തോളമായിട്ട് അദ്ദേഹം സിമെൻറ്റ് ടാങ്കുകളാണ് അധികമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിലവിൽ നമ്മുടെ ഫാമിൽ ഗപ്പീസ് ചെയ്യുന്ന കുറച്ച് ടാങ്കുകൾ തെർമോക്കോളിൻ്റെ ബോക്സുകളാണ്. ഇവിടെ അടുത്തുള്ള ഫിഷ് മാർക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള തെർമോക്കോളിൻ്റെ ബോക്സുകളായിരുന്നു. ഈ ബോക്സുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടാണ് നിലവിൽ നമ്മൾ ഗപ്പീസിനാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടാങ്കുകൾ, തെർമോക്കോളിൻ്റെ ബോക്സുകൾ നമ്മൾ സിമെൻറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ കാണുന്ന 3 ബോക്സുകളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് സിമെൻറ്റ് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് പാലക്കാടുള്ള നമ്മുടെ സുഹൃത്ത് അഫ്സൽ ഭായ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഗപ്പി ഫാമിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെയും സീനിയറിനെയാണ് ഗപ്പി ഫാമിങ്ങിൽ. നമ്മളിപ്പോൾ ഏകദേശം 1 വർഷത്തിനടുത്തായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏകദേശം 1 വർഷമായിട്ടുള്ളൂ നമ്മളും ഗപ്പി ഫാമിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് അഫ്സൽ ഭായ് ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക് തെർമോക്കോളിൻ്റെ ഷീറ്റ്. ആ തെർമോക്കോളിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് ഏകദേശം 1 അടി ഹൈറ്റ്, 18 ഇഞ്ച് വീതി, ഏകദേശം 20-21 ഇഞ്ച് വിടുത്തിലൊക്കെ ആയിട്ട് ചെറിയ ടാങ്കുകൾ നിർമ്മിച്ചിട്ട്, ഈ ടാങ്കുകൾ സിലിക്കൺ ഇട്ടിട്ടല്ല ഗ്ലൂഗൺ ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞു ഗ്ലൂഗൺ ഇട്ടിട്ടാണ് നല്ല രീതിയിൽ ഒട്ടുക. ഗ്ലൂഗൺ ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം അതിനകത്ത് സിമെൻറ്റ് ഇതേപോലെ ഗ്രൗട്ടാക്കിയിട്ട് കലക്കിയിട്ട് അത് തേച്ച് പിടിപ്പിച്ചിട്ടാണ് അദ്ദേഹം ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ടാങ്കുകൾ നിർമ്മിച്ചിട്ട് ഇതിലാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹം മീൻ വളർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്തെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ മീൻ വളർത്തുന്ന സമയത്ത് പൊതുവെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കാരണം ഈ 3 വർഷമായിട്ട് ഗപ്പി ഫാമിങ്ങിലുള്ള ഒരാളാണ് അഫ്സൽ ഭായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്, സാധാരണ നമ്മൾ ഗപ്പി ബ്രീഡായി കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ടാങ്കിലേക്ക് മാറ്റിയിടാറുണ്ട്. അപ്പോൾ മറ്റ് ടാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സിമെൻറ്റ് ടാങ്കുകളിൽ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വളർച്ച കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഗപ്പി ടാങ്കുകൾ ഇതുപോലെ സിമെൻറ്റ് ഇട്ടിട്ട് മീനിനെ വളർത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളാണെന്ന് പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതും നമുക്ക് നമ്മുടെ ഫാമിൽ അനുകരിക്കാനുള്ളതും നമുക്ക് ആ കാര്യം തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ, വാഴ ഉണ്ടല്ലോ, വാഴൻ്റെ ഇലയോ അല്ലെങ്കിൽ വാഴ കൊല വെട്ടിയിട്ടുള്ള വാഴൻ്റെ തണ്ട് കാര്യങ്ങളൊക്കെ ഒരാഴ്ചത്തോളം എന്ത് ചെയ്യും, ഈ ടാങ്കിലേക്ക്, സിമെൻറ്റ് ടാങ്കിലേക്ക് ഇട്ട് വെക്കും. ഒരാഴ്ച ഈ സിമെൻറ്റ് ടാങ്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ആ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് കല്ലുപ്പിട്ട് വെക്കും. ഈ കല്ലുപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റോ മെത്തലിൻ ബ്ലൂ അങ്ങനത്തെ സംഭവം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം കല്ലുപ്പിട്ട് വെക്കാറ പതിവ് പറഞ്ഞു. അപ്പോൾ കല്ലുപ്പിട്ട് വെച്ചിട്ട് 2 ദിവസം 3 ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ശേഷം അതിനുശേഷം വീണ്ടും ആ ടാങ്ക് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിവാക്കി കഴിഞ്ഞ ശേഷം പുതിയ വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അദ്ദേഹം മീൻ കുഞ്ഞുങ്ങളെ അതിൽ നിക്ഷേപിക്കാറുള്ളത്. കഴിഞ്ഞ 1 വർഷമായിട്ട്
പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഒരു രീതിയിലാണ് ഇവിടെ ഗപ്പി ഫാമിംഗ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ സിമെൻറ്റ് ടാങ്കിൽ മീനിനെ വളർത്തുന്നതുകൊണ്ട് ഒരു വിധം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞു. ഈ രീതിയിൽ സിമെൻറ്റ് ടാങ്ക് സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പക്ഷേ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സിമെൻറ്റ് ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷ്രിമ്പിനാക്കിയ സമയത്ത് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന്. ആ സമയത്താണ് നമ്മൾ അഫ്സൽ ഭായി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു താങ്ക്സ് തന്നെ ഉണ്ട് നമ്മൾ അഫ്സൽ ഭായിക്ക്. അതുപോലെ തന്നെ ഹാപ്പി പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ടാങ്കുകളാണ് നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 തെർമോക്കോളിൻ്റെ ബോക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2 ചാക്ക് ഉപയോഗിച്ചിട്ടുള്ള ടാങ്കുകളും ഇവിടെ കാണാൻ കഴിയും. ഈ ടാങ്ക് പൊതുവെ മോശമാണ്, നമ്മൾ വേണ്ട രീതിയിൽ ഇനി ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേക പെർഫെക്ഷനും കിട്ടിയില്ല, പിന്നെ ലീക്കേജും ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടാങ്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലാണ് ബ്ലൂ ഷ്രിമ്പിനാക്കിയപ്പോൾ ഡെഡായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാങ്കുകളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ പൊതുവെ നമ്മളിത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. സിമെൻറ്റ് ഗ്രൗട്ട് കലക്കിയിട്ട് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചാൽ മതി. വെള്ളം നിർത്തിയിട്ട് ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ആക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളമൊക്കെ നിർത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അഫ്സൽ ഭായി പറഞ്ഞു തന്നമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ സൈഡിൽ ഇവിടെ ഒരു പഴക്കൊല നിന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഒരു കൊലയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഇത് വെട്ടി മാറ്റിയതിന് ശേഷം നമ്മളിതിവിടെ നിർത്തിയതായിരുന്നു, നമ്മൾ ടാങ്കിലേക്ക് മാറ്റാനും വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടിയിട്ട് നമ്മളെ സിമെൻറ്റ് ടാങ്കിൽ ഇടാൻ പോകുന്നത്. തൊട്ടുപുറത്ത് 2 വാഴകന്നുണ്ട്, അത് പിരിച്ച് വെക്കാനുണ്ട്. അത് പിരിച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ നമ്മൾ 2 സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒരു സ്റ്റാൻഡ് കൂടി നമുക്കിവിടെ അടിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി സൗകര്യത്തിൽ നമുക്ക് ഫാമിംഗ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ വെട്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ്. നമുക്കത് ഇട്ട് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ ഇവിടെ വെട്ടിയിട്ട് കണ്ടില്ലേ, നല്ല ഒതുക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാഴ്ച കാലമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അതിലിടക്ക് കൊതുക് വരുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊതുക് വല ഇടേണ്ടി വരും. ഇൻ കേസ് അഥവാ കൊതുക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ കൊതുക് വരാതെ മാക്സിമം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം മഴക്കാലമായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കൊതുകിൻ്റെ ശല്യം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇനിയിപ്പോൾ നമ്മൾ കൊതുകിനെ വളർത്തേണ്ട സാഹചര്യം കൂടി ഇല്ലാത്ത ഒരു സിറ്റുവേഷനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ പാത്രങ്ങളിലും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത് വലിയൊരു ഉപകാരമായിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം നമ്മുടെ ഫാമിൽ നമ്മുടെ റിസൾട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മളുടെ റിസ്ക്കിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ച നമുക്ക് ഇനി എന്ത് ചെയ്യണം, സമയം വെയിറ്റ് ചെയ്യാനുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടാങ്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇത് എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വെള്ളം നിർത്തി, അതായത് 10 ദിവസം ആണ് ടൈം. 11-ാം ദിവസം അല്ലെങ്കിൽ 12-ാം ദിവസം നമുക്ക് മീനുകളെ വളർത്താൻ കഴിയുന്നതാണ്, ഈ ടാങ്കിൽ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടാങ്കിന് ലീക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലീക്ക് അടച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സിമെൻറ്റ് ഇട്ടിട്ട് വെള്ളം നിർത്തിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ മെത്തേഡൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിഞ്ഞ് ഒരാഴ്ച സമയമല്ല, 2 ദിവസം സമയം എടുക്കുമ്പോഴത്തേന് ഇതിലുള്ള വെള്ളം മൊത്തം വറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയം തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുമായിരിക്കും ബെറ്റർ. അപ്പോൾ ടാങ്ക് ആദ്യം ഉറപ്പ് വരുത്തുക, ക്വാളിറ്റിയുള്ള ടാങ്കാന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലെ തന്നെ ഇവിടെ കുറച്ച് തെർമോക്കോളിൻ്റെ ബോക്സുകൾ കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പതുക്കെ സിമെൻറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി കാണാം. ബൈ.